ഹലോ, ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കേട്ടോ. നമ്മൾ പിള്ളേരെ ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിക്കലും ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ എന്തെങ്കിലും പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആർക്കാണ് കൊടുക്കേണ്ടതായി. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മിക്ക് തന്നെ ആദ്യം കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മോൻ അടഞ്ഞു. വേറെ ഒന്നുമല്ല, അവന് ആ കത്തി കിട്ടിയിട്ട് അവന് തന്നെ മുറിച്ച് കളിച്ച് അവിടെ അലങ്കോലാക്കണം. അതിനുള്ള പരിപാടിയാണ്. എന്തായാലും അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പോഴേക്കും നമ്മളിവിടെ കേക്ക് കട്ടിങ്ങൊക്കെ പരിപാടികളൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് അവനെ കോംപ്രമൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ തിന്നു. സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ പിള്ളേരും അറിയട്ടെ അല്ലേ, അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മച്ചിക്കും എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ദിവസം ഉണ്ട് എന്നുള്ളത് അവരും കാണട്ടെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തായാലും കേക്ക് വാങ്ങാം, നമുക്ക് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ആയാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനങ്ങോട്ട് വിട്ടുകൊടുത്തു. പിന്നെ എന്താ പറയുക, കേക്കിന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവനെന്നെ പെടുത്തില്ല. കേക്കിന് ജീവനുണ്ടെങ്കിൽ കേക്ക് ഓടി രക്ഷപ്പെട്ട് പോയേനെ. ആ പരുവത്തിലാക്കണുണ്ട് കേട്ടോ ആശാൻ. മേലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ച് തേച്ച് എന്തായാലും റെഡിയാക്കി. എന്തായാലും ലാവിഷായിട്ട് ഞങ്ങളെല്ലാവരും കേക്ക് മുറിച്ച് തിന്ന് കഴിഞ്ഞിട്ട് അവനങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ അവനവിടെ ആഘോഷമായിരുന്നു ആ കേക്കും പിടിച്ച്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.